KPCCയുടെ ആസ്ഥാനത്ത് ഈ ചടങ്ങ് നടത്തുന്ന സമയത്ത് ചില കുത്തും കോമയൊക്കെ നമ്മൾ കണ്ടു. അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കാമായിരുന്നു തോന്നുന്നു. അല്ല, എന്ത് കുത്തും കോമയുമാണ്? അതായത് ആളുകൾക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? അതാരെങ്കിലും നിങ്ങൾ പറഞ്ഞ ആരെങ്കിലും അനയിക്കുമെന്ന് പറയുന്നുണ്ടോ? പാർട്ടിയിലെ ഏത് കാലത്തായാലും തിരുത്തലുകൾ വേണമെന്ന് പാർട്ടിക്കകത്ത് തന്നെ അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം ചിലർ പരസ്യമായി പറയും, ചിലർ രഹസ്യമായി പറയും. ഇനി ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ വിട്ടു നിന്നു എന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കുന്നു. അതാണ് ഒറ്റ മിനിറ്റ്, എൻ്റെ മെയിൻ ടോപ്പിക്ക് വിട്ടു നിന്നു എന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കുന്നു. ആ വിട്ടു നിന്നു എന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കുമ്പോൾ ആ വരാതിരുന്ന ആരെങ്കിലും ഒരാൾ അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് നിങ്ങളോട് പങ്കുവച്ചിട്ടുണ്ടോ? അതെന്തിനാ പറയുന്നത്? അതെന്തിനാ ഇല്ല എന്ന് പറയുന്നത്? ഞാൻ ചോദിക്കുന്നത്, നിങ്ങളോട് എന്തിനാ പറയുന്നേ സഹോദരൻ? നിങ്ങളോട് എന്തിനാ പറയുന്നേ? ഇപ്പം ഞാൻ പങ്കെടുക്കുന്നില്ല എങ്കിൽ എനിക്ക് ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ പെർമിഷൻ വേണോ? എനിക്ക് എൻ്റെ പാർട്ടിയുടെ പെർമിഷൻ പോരെ? എല്ലാ കാര്യത്തിലും അവസാന തീരുമാനമെടുക്കാൻ എന്ത് റൈറ്റാണ് നിങ്ങൾക്കുള്ളത്? ഞങ്ങൾ നിങ്ങളുടെ സ്റ്റാഫല്ലല്ലോ. പറയട്ടെ, ഒറ്റ കാര്യം, ഞങ്ങൾ നിങ്ങളുടെ സ്റ്റാഫല്ലല്ലോ. ഞങ്ങൾ നിങ്ങൾ ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ സ്റ്റാഫല്ല. ഒഫൻഡഡ് ആകണ്ട, ഞാൻ വ്യക്തിപരമല്ല പറയുന്നത്. ഞങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ സ്റ്റാഫല്ല. നിങ്ങളെ വിളിച്ച് ഞങ്ങളെ ലീവ് അറിയിക്കാൻ ഇതെന്ത് ന്യായം, ഇതെന്ത് നീതി, ഞങ്ങൾ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്. ഞങ്ങൾ അവിടെ പറഞ്ഞോളാം. ഞാൻ വരാതിരിക്കുന്നു. പുതിയ KPCC പ്രസിഡന്റിനോട് പറഞ്ഞു, നിലവിലുള്ള KPCC പ്രസിഡന്റ് ആയിരുന്ന ശ്രീ കെ സുധാകരനോട് പറഞ്ഞു, പ്രസിഡന്റ് എനിക്ക് ഇങ്ങനെ അസുഖമുണ്ട്, ഞാൻ വരുന്നില്ല. ഓക്കെ, നീ അവിടെയാണ് നിൽക്കേണ്ടതെന്ന് പറഞ്ഞു. ശ്രീ സണ്ണി ജോസഫിനോട് പറഞ്ഞു, പ്രസിഡന്റ് എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, നീ അവിടെയാണ് ഉണ്ടാകേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ പ്രതികരിക്കട്ടെ. അപ്പൊ നിങ്ങളോട് ഇപ്പം ഞങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു അസൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങളോട് വന്ന് പറയണമെന്ന് പറയാൻ ദയവേത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഒരു മാധ്യമ സ്ഥാപനത്തിലെ സ്റ്റാഫല്ല. അങ്ങനെ പറയാൻ വളരെ സ്നേഹത്തോടെയും വിനയത്തോടെയും പറയുന്നു. സൗകര്യം അങ്ങനെ പറയേണ്ടി വരുന്ന അദ്ദേഹം പോലും പങ്കുവയ്ക്കുന്ന ആ പറയേണ്ടി വരുന്ന അവസ്ഥ നിങ്ങൾ ഓരോ ദിവസവും രാവിലെ വാർത്ത കൊടുത്തോണ്ടിരിക്കുക. ഇപ്പം ഇന്നിപ്പോൾ ഞാൻ കുറച്ച് മുന്നേ കണ്ടു, ഞാനിപ്പം പുതിയ ചിത്രം ടീം PCC ഒരു ചിത്രം പങ്കുവച്ചിട്ടുണ്ട്. അവരെല്ലാം കൂടെ വളരെ കാഷ്വലായി കേരള ഹൗസിൽ നിന്നിട്ട് ചിരിച്ച് വർത്താനം പറഞ്ഞൊരു ചിത്രം. അതിനകത്ത് 2 പേർ താഴെയാണ്. ഞാൻ പറഞ്ഞു, ദേവിയോ എന്തൊരു ചതിയാണ് നിങ്ങൾ ചെയ്തു പോയത്, 2 പേരെ താഴെയാക്കി പുതിയ PCC എന്ന് പറഞ്ഞ് വാർത്ത വരും. നിങ്ങളെന്താ പറയുന്നത്? ഞാൻ തമാശയായിട്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു പുതിയ ടീം വരുമ്പോൾ അങ്ങനെ ചിരിച്ച് സന്തോഷം പങ്കുവെക്കുന്ന, സ്നേഹം പങ്കുവെക്കുന്ന ഒരു ചിത്രം നിങ്ങൾക്ക് CPM-ന്റെ BJP-യുടെ ലീഡർഷിപ്പ് ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? അതൊന്നും എനിക്കറിയാൻ മേല. നിങ്ങൾക്ക് BJP പുനഃസംഘടന പൂർത്തീകരിച്ചിട്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ, ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ശ്രീ MT രമേശനെ കൂടെ നിർത്തിയിട്ട് അങ്ങനെ ചിത്രം എടുത്ത് നിങ്ങളത് പോസ് ചെയ്തിട്ട് അങ്ങനെ ചിത്രം എടുത്ത് തരാൻ പറ്റുമോ? നിങ്ങൾക്ക് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പൂർത്തീകരിച്ചിട്ട് ആ സംസ്ഥാന സെക്രട്ടറി തെരഞ്ഞെടുക്കപ്പെട്ടവരെയും ശ്രീ MB രാജേഷിനെ കൂടെ വെച്ചിട്ട് നിങ്ങൾ ചിത്രം എടുത്ത് തരാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അത്തരത്തിലുള്ള മാധ്യമ വിചാരണ നിരന്തരമായി കോൺഗ്രസ് പാർട്ടിയോട് മാത്രം ഉണ്ടാകുമ്പോൾ അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, നിങ്ങളുടെ താല്പര്യമാണ്. പക്ഷേ അതിനെതിരെ പ്രതികരിക്കണമെന്ന് പ്രവർത്തകർ ആവശ്യപ്പെടുന്നുണ്ട്. അല്ലെ, അവർ പറഞ്ഞു ഞങ്ങൾ പ്രതികരിച്ചോളാം നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ. അപ്പോൾ ആ ഒരു അവസ്ഥ കേരളത്തിൽ അത് സൂചിപ്പിക്കാം.